അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം പറയുന്നതിന്റെ 5-ാം ഭാഗം ആരംഭിക്കുകയാണ്. അലിയാർ തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട അവസരത്തിലാണ് നാം നിലകൊള്ളുന്നത്. കാരണം റസൂലുള്ളാന്റെ പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹായും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഇരു ചേരികൾ തിരിഞ്ഞ് ചെറിയൊരു യുദ്ധമുണ്ടായിട്ടുണ്ട്. ജമൽ യുദ്ധം എന്ന പേരിലാണ് ചരിത്രത്തിൽ ആ വാക്കുതർക്കത്തെ, ആ ഏറ്റുമുട്ടലിനെ കുറിച്ച് അറിയപ്പെട്ടത്. അതിന്റെ വസ്തുത നാം മനസ്സിലാക്കണം. എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്, പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി നിലകൊണ്ട ആളുകളാണ്. അവർക്കിടയിൽ വന്ന ചില തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ സബഇകൾ എന്ന് പറയുന്ന വിഭാഗമുണ്ടാക്കിയ ചില കുഴപ്പങ്ങൾ കാരണമുണ്ടായ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നാം മനസ്സിലാക്കണം. നാം ഈ ചരിത്രം കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ഭാഗത്തിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആ സ്വഹാബിയെ കുറിച്ച് തെറ്റിദ്ധാരണ വരികയാണെങ്കിൽ, അദ്ദേഹം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വരികയാണെങ്കിൽ, അഊദു ബില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് വേണ്ടത്. എന്തായാലും ആ ജമൽ യുദ്ധത്തെ കുറിച്ച് ചരിത്രം നല്ല രീതിയിൽ പറയാൻ എനിക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജമൽ യുദ്ധ സമയത്ത് അലി റളിയല്ലാഹു അൻഹു കൈക്കൊണ്ട നിലപാടുകളുണ്ട്. ആ നിലപാടുകളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സത്യമെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യും, അത്ര തന്നെ. ഇക്കാര്യത്തിൽ ആരുടെയും വ്യക്തി താല്പര്യങ്ങൾ പരിഗണിക്കില്ല. ഇങ്ങനെ പോയാൽ പലരുടെയും ശത്രുത സമ്പാദിക്കേണ്ടി വരും. അതൊന്നും സാരമില്ല. സത്യത്തിനു വേണ്ടി ജീവൻ നൽകേണ്ടി വന്നാൽ നൽകാം. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. നാടാകെ തെറ്റിദ്ധാരണകൾ പടരുകയാണ്. തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി സംസാരിക്കാം. പറയുന്ന കാര്യങ്ങൾ ജനം വിശ്വസിച്ചില്ലെങ്കിലോ? പലരുടെയും മനസ്സിൽ ശത്രുതയുണ്ട്. തെറ്റിദ്ധാരണകൾ കാരണം വന്ന ശത്രുത. അവർ ആയുധമേന്തി തന്നെ ആക്രമിക്കാൻ വന്നേക്കാം. അപ്പോൾ എന്തു ചെയ്യും? ആക്രമിക്കാൻ വരുന്നവർ യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല, മിത്രങ്ങൾ തന്നെയാണ്. അത് തനിക്കറിയാം. അറിഞ്ഞിട്ടെന്ത് ഫലം? മിത്രങ്ങളുടെ മനസ്സിൽ ശത്രുത ആയുധമണിഞ്ഞു വരുന്നു, തന്നെ ആക്രമിക്കുന്നു. താൻ എന്ത് ചെയ്യും? തിരിച്ചും ആക്രമിക്കേണ്ടി വരും, വളരെ കടുത്ത ദുഃഖത്തോടെ. ഒരു മനുഷ്യന് ഇങ്ങനെ ഒരവസ്ഥ വന്നുപെട്ടാൽ ആ അവസ്ഥയിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. തന്നെ ഖലീഫയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. താൻ ഒഴിഞ്ഞുമാറാൻ നോക്കി, സമ്മതിച്ചില്ല, നിർബന്ധിച്ചു ഏൽപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകളാണ്. ഖലീഫയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു നൽകണം. പല ഭാഗങ്ങളിലും അതുണ്ടായില്ല. അവർ അടങ്ങിയിരുന്നോ? അതുമില്ല. അവർ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരെ ആയുധമണിയിച്ച് യുദ്ധസജ്ജരാക്കി. ആർക്കെതിരെ? ഇസ്ലാമിന്റെ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ. ഇവിടെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗം നാം അറിയേണ്ടത്. ബൈഅത്ത് ചെയ്ത ചിലർ പോലും പിന്മാറിക്കളഞ്ഞു. ഖലീഫയുടെ മനസ്സിലെ ദുഃഖത്തിന്റെ ആഴം എത്രയാണ്! ഖലീഫ ജനങ്ങളോട് പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ആശയം ഇങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിനെ നന്നായി പഠിക്കുക, ഇസ്ലാമിക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ദുനിയാവിൽ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദുനിയാവ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരലോകം സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക. ഭൗതിക സുഖങ്ങൾ ത്യജിച്ച സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്? അവർ ഭൂമിയെ പരവതാനിയാക്കി, മണ്ണ് വിരിപ്പാക്കി, വെള്ളത്തെ സുഗന്ധമായി കണ്ടു. അറിയുക, ആഖിറത്തെ കൊതിക്കുന്നവർ ദേഹേച്ഛികളെ വെടിയുന്നു. നരകത്തെ ഭയന്നവർ നിയമങ്ങൾ അനുസരിക്കും, നിയമവിരുദ്ധതയൊന്നും ചെയ്യില്ല. സ്വർഗമാശിക്കുന്നവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ധൃതി കാണിക്കുന്നു. സജ്ജനങ്ങൾ രാത്രിയിൽ ധാരാളം സുന്നത്ത് നിസ്കരിക്കും, ദുആ ഇരക്കും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, കവിളുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകും. പകലിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും, ദാഹവിവരശരാവും. പലർക്കും നോമ്പായിരിക്കും, ക്ഷീണിതരാണവർ. അവരെ കാണുന്നവർ പറയും അവർ രോഗികളാണ്. അല്ല, അവർക്ക് രോഗമേയില്ല. പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ് അവരെ ക്ഷീണിപ്പിച്ചത്. മനസ്സിൽ തട്ടുന്ന പ്രസംഗമാണ് നടത്തിയത്. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഇനിയുള്ള രംഗങ്ങൾ നടുക്കത്തോടെയല്ലാതെ നമുക്ക് കേൾക്കാൻ വയ്യ, ഓർക്കാൻ വയ്യ. ചേരി തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ,
ഇരുഭാഗത്തും മുസ്ലിങ്ങൾ, ഇരുചേരിയിലും സ്വഹാബികളുമുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സൂത്രങ്ങൾ വിജയിക്കുന്നു, വാൾമുനകൾ ഏറ്റുമുട്ടുന്നു, രക്തം ചീറ്റുന്നു, മുസ്ലിം യോദ്ധാക്കൾ മരിച്ചു വീഴുന്നു. എന്തൊരു രംഗം! അപ്പോഴും അലി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐഹിക ജീവിതം ഇതിനശ്വരമാണ്, ഇതൊരു ഓട്ടപ്പന്തയമാണ്, മോഹങ്ങളാണ് ഓടാൻ പ്രേരിപ്പിക്കുന്നത്. ഐഹിക ജീവിതത്തിന് പരിധിയുണ്ട്, അതിനപ്പുറം ഓടാനാവില്ല, തളർന്നു വീഴും. ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ ഓടരുതേ. എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ അർപ്പിക്കുക, അവന്റെ വിധി സ്വീകരിക്കുക, അതിൽ തൃപ്തരാവുക, പ്രതീക്ഷയോടെ കർമ്മങ്ങൾ നിർവഹിക്കുക, സത്യം മുറുകെ പിടിക്കുക. സത്യം കൺമുമ്പിലുണ്ട്, അത് അവഗണിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ്. സത്യം ഉപകാരപ്പെടാത്തവരാണവർ. സത്യം ഉപകരിക്കാത്തവനെ മിഥ്യകൾ ഉപദ്രവിക്കും. അവർക്ക് ശാന്തിയില്ല, സമാധാനമില്ല, അസ്വസ്ഥത മാത്രം അറിയുക. ദുനിയാവ് വർത്തമാന കാലത്തിന്റെ സദ്യയാണ്, അത് സൂക്ഷിച്ചു ഭക്ഷിക്കണം. പരലോകം യാഥാർത്ഥ്യമാണ്, ശാശ്വതമാണ്, അതിനുവേണ്ടി യത്നിക്കുക. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നത് 2 കാര്യങ്ങളാണ്: ദേഹേച്ഛകളെ പിന്തുടരലും മോഹങ്ങളുടെ ആധിക്യം. രണ്ടും ഭയാനകമാണ്. ഇങ്ങനെ പോകുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം. അലി റളിയല്ലാഹു അൻഹു കുട്ടിപ്രായത്തിൽ ഇസ്ലാമിൽ വന്നതാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിനു വേണ്ടി നന്നായി കഷ്ടപ്പെട്ടു. വളരുംതോറും ജോലിഭാരം കൂടിക്കൂടി വന്നു. വിശ്രമം എന്തെന്നറിയാത്ത ജീവിതം, സത്യത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനം. അവസാന ദിവസം വരെ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എല്ലാം പരിശുദ്ധ ദീനിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി. ഹജ്ജത്തുൽ വിദാഇൽ നടന്ന ഒരു സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വമ്പിച്ച സ്വഹാബി സംഘവും ഹജ്ജിനു വേണ്ടി മക്കത്തേക്ക് പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു യമനിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരു സംഘം മുസ്ലിം യോദ്ധാക്കളുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. നബി തങ്ങളോടൊപ്പം അവർക്ക് ചേരണം, ഹജ്ജ് നിർവഹിക്കണം. ധൃതിയിൽ യാത്രയാവുകയാണ്. മക്കയുടെ അതിർത്തിയിലെത്തി സൈന്യത്തെ അവിടെ നിർത്തി ഒരു നായകനെ നിയോഗിച്ചു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മക്കയിലേക്ക് പ്രവേശിച്ചു. യമനിൽ നിന്ന് ലഭിച്ച വില കൂടിയ വസ്ത്രങ്ങൾ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്നു. മക്കയിൽ പ്രവേശിക്കുമ്പോൾ അവ ധരിക്കാമെന്ന് സൈനികർ കരുതി. എല്ലാവരും പുതിയ വേഷം ധരിച്ച് ആവേശഭരിതരായി നിന്നു. അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് തിരിച്ചെത്തി. ആർഭാട വേഷം കണ്ട് അദ്ദേഹം ക്ഷോഭിച്ചു. എന്താണിത്? അലി റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ ചോദിച്ചു. മക്കയിൽ പ്രവേശിക്കുമ്പോൾ നല്ല വേഷം ധരിക്കാമെന്ന് കരുതി സൈന്യാധിപൻ അങ്ങനെ മറുപടി പറഞ്ഞു. എല്ലാവരും ആർഭാട വേഷം അഴിച്ചു മാറ്റൂ, ആർഭാടം നമുക്ക് പറഞ്ഞതല്ല. പലർക്കും അതിൽ ദുഃഖം തോന്നി. എന്നാലും എല്ലാവരും വേഷം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചിലർ ഇതിനെപ്പറ്റി പരാതി പറയുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ജനങ്ങളെ, അലിയെ പറ്റി നിങ്ങൾ പരാതി പറയരുതേ. പരാതിക്ക് അതീതമായ രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പാട് സഹിച്ചവനാണ് അലി. അലി ഇബ്നു അബീ ത്വാലിബ്. ഹിജ്റ നടന്ന കാലം. ഓരോ മുഹാജിറിനെയും ഓരോ അൻസ്വാരി സഹോദരനായി സ്വീകരിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കും നൽകിയില്ല. നബി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, അലി എന്റെ സഹോദരനാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സവിശേഷമായ വ്യക്തിത്വം വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധ ഭൂമിയിലെ ഒരു രംഗം ഇപ്രകാരമാണ്. മുശ്രിക്കുകളുടെ അണിയിൽ നിന്ന് ഒരു ശക്തൻ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. അബൂ സഅദ് ഇബ്നു അബീ ത്വൽഹ, അതായിരുന്നു അവന്റെ പേര്. പോർവിളി സ്വീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മുമ്പോട്ട് കുതിച്ചു. പടവാളുകൾ ഏറ്റുമുട്ടി ഉഗ്രമായ പോരാട്ടം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടേറ്റ് ശത്രു നിലംപതിച്ചു. ശത്രു കിടന്ന് പിടയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു വാളുയർത്തി. വാൾ ഉടനെ ശരീരത്തിൽ പതിയും. എതിരാളി മരണമടയും. മരണവെപ്രാളത്തിനിടയിൽ ശത്രുവിന്റെ വസ്ത്രം അഴിഞ്ഞുപോയി. ഗുഹ്യസ്ഥാനം വെളിവായി. അത് കണ്ടതും അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നോട്ടം തിരിച്ചു. വാള് താഴ്ത്തി തിരിച്ചു പോന്നു. താങ്കൾ എന്താണ് ശത്രുവിനെ വധിക്കാതെ തിരിച്ചു പോന്നത്? മുസ്ലിം യോദ്ധാക്കൾ ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ഇതായിരുന്നു: അവന്റെ ഗുഹ്യസ്ഥാനം വെളിവായി. അപ്പോൾ എനിക്ക് അവന്റെ ഭാര്യയോട് അലിവ് തോന്നി. മാന്യതയും വിവേകവും ആത്മനിയന്ത്രണവും പ്രകടിപ്പിച്ച എത്രയോ രംഗങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധ ചരിത്രത്തിൽ കാണാം. മക്ക വിജയം നടന്ന ദിവസം സ്വഹാബികൾ കൂട്ടം കൂട്ടമായി വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊടും പീഡനങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു കൊടിപിടിക്കുന്നു. മുസ്ലിങ്ങളുടെ വൻ സംഘം പിന്നിലുണ്ട്.
മക്കയിലെ ഖുറൈശികൾക്കെതിരെ ചില പരാമർശങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുണ്ടായി. അതുകേട്ട ഉമർ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായി. സഅദ് ശത്രുക്കൾക്കെതിരെ പടപൊരുതുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഓടി വന്ന് വിവരം പറഞ്ഞു. ഇത് വികാര പ്രകടനത്തിന്റെ സമയമല്ല, വിവേകം പ്രകടിപ്പിക്കേണ്ട സമയമാണ്. സ്വയം നിയന്ത്രണത്തിന്റെ വേളയാണ്. വിവേകവും സ്വയം നിയന്ത്രണ ശക്തിയുമുള്ള ഒരാൾ പതാക വഹിക്കണം. അങ്ങനെയുള്ള ഒരാൾ ആര്? രണ്ടാമതൊരാലോചന കൂടാതെ പറയാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു: ഉടനെ സഅദിനെ സമീപിക്കുക, കൊടി ഏറ്റുവാങ്ങുക. ആ കൊടിയുമായി ആദ്യം മക്കയിൽ പ്രവേശിക്കുന്നത് അലിയായിരിക്കണം. ശത്രുക്കളുടെ സകല പീഡനങ്ങളെ കുറിച്ചും നന്നായി അറിയാവുന്ന അലി റളിയല്ലാഹു അൻഹു തികഞ്ഞ പക്വതയോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പ്രതികാര ചിന്തകളൊന്നും മനസ്സിലുദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് കൽപ്പിക്കുന്നുവോ അത് നിർവഹിക്കുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ സമചിത്തത അതെല്ലാവരും വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മിത്രങ്ങളും ശത്രുക്കളും വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: അലി, നിനക്ക് ഞാൻ തരുന്നത് ഉത്തരവാദിത്തങ്ങളാണ്. ഉത്തരവാദിത്തങ്ങൾക്കുമേൽ ഉത്തരവാദിത്തം. പലർക്കും പലവിധ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആനുകൂല്യത്തിന്റെ ആളല്ല, കൽപ്പനകൾ സ്വീകരിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന സേവകനാണ്. അള്ളാഹുവിന്റെയും തിരുദൂതരുടെയും പ്രീതി നേടിയ സേവകൻ. ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ പുതിയ ഗവർണർമാരെ നിയോഗിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. ഏറ്റവും വിശ്വസ്തരായിരുന്നു അവർ. ബസറയിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ടത് ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അമ്മാർ ഇബ്നു ഹസാൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണറായി നിയമിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യമനിലേക്കും, ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലും, സുഹൈൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഷാമിലും നിയോഗിക്കപ്പെട്ടു. ഇതിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും ചാർജ് എടുത്തു. ഷാമിലെ ഗവർണർക്ക് അധികാരമേൽക്കാൻ കഴിഞ്ഞില്ല. ഷാമിൽ നിലവിലുള്ള ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ മാറ്റി തൽസ്ഥാനത്ത് സുഹൈൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. മുആവിയ റളിയല്ലാഹു അൻഹു സ്ഥാനമൊഴിയാൻ തയ്യാറില്ല. അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ സുഹൈൽ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഖലീഫയെ അനുസരിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു ബാധ്യസ്ഥനാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ കത്തുകൾക്ക് പോലും വില കൽപ്പിച്ചില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അംഗീകരിച്ചില്ല, ബൈഅത്ത് ചെയ്തതുമില്ല. അതിൻ്റെതായ കാരണങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ മുമ്പിൽ വെല്ലുവിളിയായി തീർന്നു. ഇവിടെ ബലം പ്രയോഗിക്കൽ അനിവാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടണമെന്ന മുറവിളി ഉയരുകയാണ്. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകർ? ആയിരക്കണക്കിന് ആളുകൾ കുറ്റം ഏറ്റുപറയുന്ന അവസ്ഥ. ഖലീഫയുടെ പ്രഖ്യാപനം വന്നു: എനിക്കൽപ്പം സാവകാശം തരൂ, നാട്ടിൽ ക്രമസമാധാനം ശരിയാക്കട്ടെ, എന്നിട്ട് ഘാതകരെ പിടിച്ചു ശിക്ഷിക്കാം. ഉടനെ ഉയർന്നു പ്രതിഷേധം: പറ്റില്ല, സാവകാശം തരില്ല, ഉടനെ പിടികൂടണം, ശിക്ഷിക്കണം, മറ്റെല്ലാ നടപടികളും അതിനുശേഷം മാത്രം മതി. ഖലീഫയെ കൂടുതൽ പ്രയാസപ്പെടുത്തിയ മൂന്നാമതൊരു സംഭവം കൂടി നടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ, ത്വൽഹ റളിയല്ലാഹു അൻഹ, സുബൈർ റളിയല്ലാഹു അൻഹ എന്നിവർ മക്കയിൽ നിന്ന് നേരെ ഇറാഖിലേക്ക് യാത്ര തിരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളികളോട് പ്രതികാരം ചെയ്യാൻ ഇറാഖുകാരെ പ്രേരിപ്പിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് വളരെ അപകടകരമായ നീക്കമാണെന്ന് ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. വധിക്കപ്പെടുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഉടുപ്പ് ഇപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമാണുള്ളത്. ചോര പുരണ്ട ഉടുപ്പ് പള്ളിയിൽ തൂക്കിയിട്ടു. 10,000-കണക്കിന് ആളുകൾ ഉടുപ്പ് കണ്ട് പൊട്ടിക്കരയുകയാണ്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള അതിയായ സ്നേഹമാണ് അവർക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഘാതകരെ പിടികൂടാനുള്ള ശ്രമമാണ്, സമരമാണ് അവർ നടത്തുന്നത്. ഇരുപക്ഷക്കാരിലും ശരിയുണ്ട്. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഘാതകരോട് പടപൊരുതാൻ പ്രതിജ്ഞ ചെയ്യുകയാണവർ. എല്ലാവരും നിയമം കയ്യിലെടുക്കുന്നു. ഖലീഫയ്ക്ക് ശക്തമായ പിന്തുണ നൽകേണ്ട പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരൊക്കെ കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തത്. സമുദായം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഖലീഫയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി. ഇനിയെന്തു വേണം? പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ ഖലീഫയ്ക്ക് ബലം പ്രയോഗിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹായും വൻ മുസ്ലിം സമൂഹവും ബസറയിലെത്തി ക്യാമ്പ് ചെയ്തു.
ഖലീഫ അലി റളിയല്ലാഹു അൻഹുവും സൈന്യവും ബസ്രയിലെത്തി. ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു, അതൊഴിവാക്കണം. ഖലീഫയുടെ ചില പ്രതിനിധികൾ രംഗത്ത് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹായുടെ പ്രതിനിധികളും രംഗത്തെത്തി. അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു, പരസ്പരം കേട്ടു, പല തെറ്റിദ്ധാരണകളും നീങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധം വേണ്ടെന്ന് പറഞ്ഞു മദീനയിലേക്ക് മടങ്ങിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹു അവർക്കും സമാധാനമായി. യുദ്ധമില്ല, മനസ്സ് ശാന്തമായി. ഇരു ക്യാമ്പിലുള്ളവരും ശാന്തമായി ഉറങ്ങി. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകർ അവർ ഉറങ്ങിയില്ല. അവർ പ്രചരിപ്പിച്ച കിംവദന്തികളും നുണപ്രചരണങ്ങളുമാണ് ഇരു വിഭാഗത്തെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചത്. മുസ്ലിങ്ങൾ ഭിന്നിക്കണം, നിരവധി കക്ഷികളായി മാറണം, പരസ്പരം യുദ്ധം ചെയ്യണം, നശിക്കണം. അതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് അവർ കഠിനമായി അധ്വാനിക്കുന്നത്. കാത്തിരുന്ന യുദ്ധം ഒഴിവായി പോവുകയോ? അത് പാടില്ല. യുദ്ധം നടക്കണം. തങ്ങൾ 1000 പേരുണ്ട്, വേണ്ടത്ര ആയുധങ്ങളുമുണ്ട്. പാതിരാത്രിയിൽ ആയിഷ ബീവിയുടെ ക്യാമ്പിലേക്ക് കുതിച്ചു ചെല്ലുക. എല്ലാവരും യാത്രാക്ഷീണത്തിൽ നല്ല ഉറക്കിലാണ്. കുറെ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്താം. അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈനികരാണ് ആക്രമണം നടത്തുന്നതെന്ന് അവർ മനസ്സിലാക്കും. ഉടനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ക്യാമ്പും ആക്രമിക്കും. അവർ തമ്മിൽ പട തുടങ്ങിയാൽ തങ്ങൾക്ക് കാഴ്ചക്കാരായി നോക്കി നിന്ന് രസിക്കാം. ആയിഷ ബീവിയുടെ സൈന്യത്തെ നയിക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹ, സുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഇവരുടെ ചലനങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. നികൃഷ്ടരായ 1000 മനുഷ്യർ ആയുധമണിഞ്ഞു. പാതിരാത്രി സമയം ശാന്തമായി ഉറങ്ങുന്ന മനുഷ്യരുടെ മധ്യത്തിലേക്ക് പാഞ്ഞുകയറി. പോർവിളി മുഴക്കിക്കൊണ്ട് ക്രൂരമായ ആക്രമണം തുടങ്ങി. അലർച്ച, നിലവിളി, മരണവെപ്രാളം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ ക്യാമ്പിലുള്ളവർ ആയുധമണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ക്യാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഹ്ലാദം കൊള്ളുകയാണ്. അലി റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ മനസ്സിലാക്കി യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും, അതാണ് മഹാനവർകളുടെ ചിന്ത. അലി റളിയല്ലാഹു അൻഹു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് തന്റെ കുതിരയെ മുമ്പോട്ട് പായിച്ചു. എതിർ സൈന്യത്തിന്റെ സമീപം വന്നു നിന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ത്വൽഹ ഇങ്ങോട്ട് വരൂ, സുബൈർ ഇങ്ങോട്ട് വരൂ, എന്റെ അടുക്കൽ വരൂ. ഇരുവരും ഖലീഫയുടെ സമീപത്തെത്തി. അലി റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ശബ്ദമുയർത്തി ചോദിച്ചു, അല്ലയോ ത്വൽഹ, താങ്കൾ സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെയും കൂട്ടി യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ചോദ്യം കേട്ടതും ത്വൽഹ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. മുഖം മ്ലാനമായി, വാൾ പിന്നെ ഉയർന്നില്ല. ദുഷ്ടന്മാർ അദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം ഇനി യുദ്ധം ചെയ്യില്ല, യുദ്ധക്കളം വിട്ടു പോവുകയാണ്. ചിലർ അദ്ദേഹത്തെ പിന്തുടർന്നു. അലി റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ സുബൈർ, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. താങ്കൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഓർമ്മയുണ്ടോ അതൊക്കെ സുബൈർ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ലേ, സുബൈറിന് ഇവനെ ഇഷ്ടമാണോ? താങ്കൾ പറഞ്ഞു, അതെ, എനിക്ക് അലിയെ വളരെ ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു ദിവസം വരും, അന്ന് നിങ്ങൾ ഇവനോട് അക്രമം കാണിക്കും, യുദ്ധം ചെയ്യും. ഓർമ്മയുണ്ടോ സുബൈറെ നിനക്ക്? സുബൈർ റളിയല്ലാഹു അൻഹു പതറിയ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ മറന്നത് നിങ്ങൾ എന്നെ ഓർമ്മിച്ചു. വാള് താഴെയിട്ടു ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഈ യുദ്ധം അക്രമമാണ്, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളം വിടുകയാണ്. ശത്രുക്കൾ വളരെ രഹസ്യമായി ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും പിന്തുടരുകയാണ്. വഴിയിൽ വെച്ച് ശത്രുക്കൾ ആ ഇരു സഹാബികളെയും വധിച്ചു കളയുകയാണ് ഉണ്ടായത്. യുദ്ധം തുടരുകയാണ്. എങ്ങനെ യുദ്ധം നിൽക്കും? ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിലാണ്. ഒട്ടകപ്പുറത്ത് കൂടാരത്തിൽ ഒട്ടകത്തെ കൊല്ലണം. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരാപത്തും പറ്റാൻ പാടില്ല. കൂടാരം പൊക്കിയെടുത്ത് മാറ്റണം. ചിലരെ ഇക്കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി. പിന്നെയെല്ലാം ധൃതിയിൽ നടന്നു. ഒട്ടകം വധിക്കപ്പെട്ടു, കൂടാരം എടുത്തു മാറ്റപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹായെ ഒരു വീട്ടിൽ താമസിപ്പിച്ചു. സഹോദരനെ കൂടെ അയച്ചു. പിന്നീട് അവരെ മദീനയിലേക്ക് അയച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ജമൽ യുദ്ധം എന്ന് പറയുന്നത്. ഖലീഫ യുദ്ധം ജയിച്ചിരിക്കുന്നു, പക്ഷേ ദുഃഖമായിരുന്നു മനസ്സ് നിറയെ. ശത്രുക്കളുടെ ക്രൂരമായ വഞ്ചനയെ കുറിച്ച് മുസ്ലിങ്ങൾ ബോധവാന്മാരായി. ആയിഷ റളിയല്ലാഹു അൻഹു അതീവ ദുഃഖിതയായിരുന്നു. പിൽക്കാല ജീവിതത്തിൽ ആ ദുഃഖം നിലനിൽക്കുകയുണ്ടായി. എപ്പോഴും ഈ ജമൽ യുദ്ധത്തെ കുറിച്ച് ആലോചിച്ച് കരയുമായിരുന്നു മഹദി അവർകൾ. അല്ലാഹു തആല ചരിത്രം അതിന്റെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനമായ യുദ്ധമാണ് സിഫീൻ യുദ്ധം.
അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു യുദ്ധം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിലൂടെ വ്യക്തമായി നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ ചരിത്രം കേൾക്കുക വഴി ഞങ്ങളുടെ ഈമാനെ ഏറ്റി തരണേ നാഥ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.